നമസ്കാരം. പ്രധാന വാർത്തകൾ. തലസ്ഥാനത്തെ നടുക്കി ലഹരി സംഘത്തിന്റെ അഴിഞ്ഞാട്ടം. പാസ്റ്റർക്ക് വെട്ടേറ്റു. യുവതിക്ക് നടുറോഡിൽ മർദ്ദനം. വെള്ളറട അമ്പൂരിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് 3 അംഗ ലഹരി സംഘം. അമ്പൂരി സ്വദേശിയായ പാസ്റ്റർ അരുളിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കൺസ്യൂമർ ഫെഡ് ജീവനക്കാരിയെ നടുറോഡിൽ മർദ്ദിച്ചു. രക്ഷിക്കാനായി എത്തിയ ഭർത്താവിനും മർദ്ദനമേറ്റു. ഒരു വീടിന്റെ ജനൽച്ചില്ലകൾ തകർക്കുകയും ഇരുചക്ര വാഹനങ്ങൾ മറിച്ചിടുകയും ചെയ്തു. പണം അപഹരിച്ചതായും നാട്ടുകാർ പറഞ്ഞു. ഇന്നലെ രാത്രി 9 മണി മുതൽ 12 മണി വരെയുള്ള സമയം ഗുണ്ടകൾ റോഡിൽ അഴിഞ്ഞാടിയെന്നാണ് റിപ്പോർട്ടുകൾ. റോഡിലൂടെ പോകുന്നവരെയാണ് ഇവർ ആക്രമിച്ചത്. യാതൊരു പ്രകോപനവും ഇല്ലാതെയായിരുന്നു ആക്രമണം. പാസ്റ്റർ അടക്കമുള്ളവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. പോലീസ് ഉടൻ തന്നെ സംഭവസ്ഥലത്തെത്തി നടപടി സ്വീകരിക്കാതിരുന്നതിൽ ആക്ഷേപമുയർന്നിട്ടുണ്ട്. ഇന്ന് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് പറയുന്നത്. കാസർഗോഡ് ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. കാസർഗോഡ് ചട്ടഞ്ചാലിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. ബെണ്ടിച്ചാൽ സ്വദേശി തസ്ലിമാണ് മരിച്ചത്. ഗുരുതര പരിക്കേറ്റ 3 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പന്തീരങ്കാവിൽ നവവധുവിനെ മർദ്ദിച്ച സംഭവം. പോലീസിനെതിരെ കേസെടുത്തു. പന്തീരങ്കാവിൽ നവവധുവിനെ ഭർതൃഗൃഹത്തിൽ മർദ്ദിച്ച സംഭവത്തിൽ പോലീസിനെതിരെ കേസെടുത്തു. മനുഷ്യാവകാശ കമ്മീഷനാണ് പോലീസിനെതിരെ കേസെടുത്തത്. നവവധുവിന്റെ പരാതിയിലാണ് നടപടി. സംഭവത്തിൽ പരാതിപ്പെട്ടിട്ടും യഥാസമയം കേസെടുക്കാത്ത പന്തീരങ്കാവ് പോലീസിനെതിരെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തത്. പന്തീരങ്കാവ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും അതിൽ പറഞ്ഞ പല മൊഴികളും എഫ്ഐആറിൽ പറയുന്നില്ലെന്നും സ്റ്റേഷനിലെത്തിയപ്പോൾ പ്രതിയായ രാഹുലിന്റെ തോളത്ത് പോലീസ് കൈയിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞതെന്നും യുവതി പറഞ്ഞു. ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി. സ്വർണം മോഷ്ടിച്ച് ഉപേക്ഷിച്ചു. കാസർഗോഡ് ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി സ്വർണം കവർന്നു. പടന്നക്കാട് ഒഴിഞ്ഞവളപ്പിൽ ഇന്ന് പുലർച്ചെയാണ് സംഭവം. മുത്തച്ഛൻ പശുവിനെ കറക്കാൻ പോയപ്പോഴാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. അടുക്കള ഭാഗത്തെ കതക് തുറന്നാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. കുട്ടിയെ കാണാതായ വിവരം അറിഞ്ഞ് നാട്ടുകാർ തിരച്ചിൽ നടത്തിയപ്പോഴേക്കും ഉപേക്ഷിച്ച നിലയിൽ വീടിന് അധികം ദൂരെയല്ലാതെ കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. കുട്ടിയുടെ കാതിലുണ്ടായിരുന്ന സ്വർണ്ണക്കമ്മൽ മോഷണം പോയി. കുട്ടിയുടെ കണ്ണിനും കഴുത്തിനും പരിക്കേറ്റിട്ടുണ്ട്. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ കുട്ടിയെ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു. വീട്ടുമുറ്റത്ത് കഞ്ചാവ് ചെടി നട്ടുവളർത്തി അച്ഛനും മകനും. ഒടുവിൽ അറസ്റ്റ്. ഇടുക്കി വാഗമണ്ണിൽ വീട്ടുവളപ്പിൽ നട്ടുവളർത്തിയിരുന്ന കഞ്ചാവ് ചെടികൾ പിടികൂടി. സംഭവത്തിൽ അച്ഛനെയും മകനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരുടെ പക്കൽ നിന്നും വിൽപ്പനയ്ക്കായി വെച്ചിരുന്ന 50 ഗ്രാം കഞ്ചാവും പിടികൂടിയിട്ടുണ്ട്. വാഗമൺ പാറക്കെട്ട് മരുതുമൂട്ടിൽ വിജയകുമാർ, മകൻ വിനീത്, സമീപവാസി വിമൽ ഭവനിൽ വിമൽ എന്നിവരെയാണ് ഇടുക്കി ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിലായത്. വിജയകുമാറിന്റെ വീട്ടുവളപ്പിലായിരുന്നു ഇവർ കഞ്ചാവ് ചെടി വളർത്തിയിരുന്നത്. 6 ചെടികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്.